ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അടിപൊളി ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. നമ്മുടെ ശംഖു പറഞ്ഞ മാതിരി അടിപൊളി ഒരു ബിരിയാണി. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അരി അവിടെ മൂലക്കിലിരിക്കുന്നുണ്ട്, കവറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറ് റെഡിയാക്കാം. ചോറ് റെഡിയാക്കാൻ ഞാൻ കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ബേ ലീഫില്ല, അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് കരുതിയിട്ടുള്ള സാധനങ്ങളൊക്കെ പെറുക്കി അതിലിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയി, ഞാനത് ഇടാറുണ്ട്. ഇപ്രാവശ്യം അത് ചേർക്കാൻ മറന്നു, പക്ഷേ അതൊന്നും എൻ്റെ ചോറിനെ ബാധിച്ചില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. അപ്പോൾ ഇനി റൈസൊക്കെ ഇട്ടെടുത്ത് അതിൻ്റെ ഒരു വെള്ളമൊക്കെ ഒന്ന് വലിയുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് അരി ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷമാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുന്നത്. വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ എന്നേക്കാൾ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ അരി നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഞാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു വെള്ളം ഒഴിച്ചത് ഇത്തിരി അധികമായി പോയെന്ന്, പക്ഷേ എൻ്റെ വെള്ളം പെർഫെക്റ്റ് ആയിരുന്നു. അടിയൊന്നും പിടിക്കാതെ അടിപൊളി റൈസാട്ടോ കിട്ടിയേ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും നാരങ്ങ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൈസും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ഏകദേശം സെറ്റായി വന്നു ഞാനങ്ങ് മൂടി കൊടുത്ത് ഞാൻ വിസിൽ വരാനൊന്നും കാത്തു നിന്നില്ല കേട്ടോ. കാരണം വിസിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം റൈസും വെള്ളവും പക്ക സെയിം ലെവലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല ഇതിലൊന്ന് മൂടി കുറച്ച് നേരം വെച്ച് അങ്ങ് വാങ്ങി വെച്ചാൽ മതി. റൈസ് പക്ക സൂപ്പറായിരിക്കും, അടിയൊന്നും പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയൊരു മൂലക്കിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ചിക്കൻ റെഡിയാക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഞാനത് ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നെയ്യൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കാഷ്യൂസും റൈസിൻസും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അയ്യോ, ഞാൻ പരിഷ്കാരിയായോ. അണ്ടിപ്പരിപ്പ് മുന്തിരി അത് മതി. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. കരിയാൻ പാടില്ല. പിന്നെ ബിരിയാണി പോട്ടിലായതുകൊണ്ട് വല്ലാതെ കരിയില്ല എന്നൊരു പേടി, ആ പേടി വേണ്ട, കരിയില്ല. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ച് എടുക്കാൻ പോകണം. ഈ റൈസിൻസും ഇട്ടിട്ട് വാരിക്കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അല്ലെങ്കിൽ മൂപ്പിച്ച് കോരി എടുത്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോണ്ണം എൻ്റെ വായിലോട്ട് ഇങ്ങനെ പോവാറുണ്ട്. ഇപ്രാവശ്യം അതിനുള്ളതില്ലാത്തതുകൊണ്ട് ഞാൻ ആ ശ്രമം വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട് എന്നെപ്പോലെ? ബിരിയാണിയിൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടാൽ നല്ല വേറൊരു ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി അത് ഇഷ്ടമില്ലാത്തതുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വാരിക്കോരി മാറ്റി പെറുക്കിയൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൻ്റെ അകലത്തുനിന്ന് കുറച്ച് ദൂരെയായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി എടുക്കാം. സവാള, ആവശ്യത്തിന് സവാള. ഇതിൽ ഒരുപാട് സ്പൈസസ് മസാലകളുടെ ഒന്നും അതിപ്രസരമില്ലാത്തൊരു ബിരിയാണിയാണ് എൻ്റെ ബിരിയാണി. ഇത് ഞാൻ എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നുമല്ല, ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് കണ്ടിട്ടില്ല, അതിൽ നിന്നും കോപ്പി അടിച്ച റെസിപ്പി മാത്രമാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റായിട്ടും അടിപൊളിയായിട്ടും തോന്നിയൊരു ബിരിയാണിയാണ് ഈ ഒരു തരത്തിലുള്ള ബിരിയാണി. അപ്പോൾ ഞാൻ അതിലോട്ട് സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുള്ളൊരു പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല അടിപൊളി പേസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായി പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലോട്ട് തക്കാളി ചേർത്തെടുക്കാം. ഞാനൊരു 3 തക്കാളിയുടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനാവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് അതിലോട്ട് മിക്സാക്കി എടുത്ത് ഒക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിടുക. ഇന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചിക്കനിലോട്ട് ഒരു ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പേസ്റ്റിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. എല്ലാം ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തക്കാളിയുടെ എല്ലാതും കൂടി ചിക്കനിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അല്പം കളറിന് വേണ്ടി മാത്രം ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ വേറെ സ്പൈസ് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഇനി കുറച്ചതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ചേർത്താലാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ ആ ചിക്കനിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യത്തിന് ഉപ്പും കുറച്ച് തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈര് ഇത് പുളിയുള്ള തൈരായിരുന്നു, എനിക്ക് പുളിയുള്ള തൈര് ചേർക്കുന്ന കേട്ടോ ഇഷ്ടം. അപ്പോൾ പുളിയുള്ള തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അതിന് ശേഷം ഞാൻ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള മസാലയാണ് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാല ഒരു 1.5 സ്പൂണ് 2 സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുന്നുണ്ട്. ഇതിൽ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകും പിന്നെ കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ഒരു 1-2 സ്പൂണിൻ്റെ അടുത്ത് ഇടുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്കും ഇടാം. ഇതിൻ്റെ ബിരിയാണി ഒരുപാട് സ്പൈസി ഒന്നും ആയിരുന്നില്ല, കാരണം കുട്ടികളും കൂടി കഴിക്കാനുള്ളതുകൊണ്ട് അത്യാവശ്യത്തിന് കുറച്ച് ഒരു ലൈറ്റായിട്ടുള്ള എരിവിന് വേണ്ടിയിട്ടുള്ള പൊടി മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളകും വല്ലാതെ എരിവുള്ള പച്ചമുളക് ആയിരുന്നില്ല, എന്നാലും ഒരു ലൈറ്റ് ഫ്ലേവറുള്ള എരിവുണ്ടായിരുന്നു. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടെടുത്ത് ചിക്കനെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു, നല്ല സെറ്റായി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ തയ്യാറാക്കി വെച്ച ചോറ് ഇതേ നന്നായിട്ട് അടിപൊളിയായിട്ട് നല്ല വിട്ട് വിട്ട് വരുന്ന രീതിയിലുള്ള ചോറായിരുന്നു കേട്ടോ. ഓവർ കുക്ക്ഡ് ഒന്നും ആയിട്ടില്ല, അടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിലോട്ട് ഞാൻ ചോറ് ഈ ചിക്കനിലോട്ട് ഞാൻ ചോറ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഒരു ലെയർ പകുതിയോളം ചോറ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിലോട്ട് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞതും കുറച്ച് ഗരം മസാലയുടെ പൊടിയും ഇടുന്നുണ്ട്. എന്നിട്ട് അടുത്ത ലെയർ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വീണ്ടും ഗരം മസാലയുടെ പൊടിയും മല്ലിയിലയും പുതിനയിലയും ഇടുക. നേരത്തെ നമ്മൾ വാരിക്കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി എടുത്തിടുക. എന്നിട്ടൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ അടച്ച് മൂടി വെക്കുക. അവിടെ നിന്നൊന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ട് അതിന് ശേഷം 10 മിനിറ്റ് ശേഷം അത് ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റും കൂടി അങ്ങനെ അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം ആ മൂടി തുറക്കുമ്പോൾ എൻ്റെ സാറേ അവളുടെ മൊഞ്ചൊന്ന് കാണണം. അയ്യോ, ഇതെന്താ തട്ടത്തിന്മാരേത്താ, ഇതെൻ്റെ ബിരിയാണിയല്ലേ. ആ വാവ്, വാട്ട് എ സ്മെൽ യാർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അവൾ തന്നെ അഭിപ്രായം പറയുന്നത്. നമ്മുടെ ഫുഡിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് റെസ്പെക്റ്റ് ചെയ്യണം? ആര്? വാ, അടിപൊളി ബിരിയാണി. വാ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല എനിക്കൊരു സമാധാനം കിട്ടില്ല. ഓ, എന്തൊരു സ്മെല്ലാണെന്നോ. ഇനി ഒന്നും നോക്കണില്ല, വിളമ്പട്ടെ, പാത്രത്തിലോട്ട് തട്ടട്ടെ, കുഴച്ചുരുട്ടി അടിക്കട്ടെ. വാ, എന്തൊരു ചേലാണല്ലേ, എന്തൊരു ചേലാണ്, നെഞ്ചിൽ നേരാണ്, എൻ്റെ കിനാവാണ്, എൻ്റെ ബിരിയാണി. വാ. അപ്പം എൻ്റെ പാട്ടൊന്നും കേട്ട് ആരും കൂടി പോണ്ട. ഇതുപോലൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വാ, സൂപ്പറാണ്. അപ്പോൾ ഇത് സാലഡും അച്ചാറും കൂട്ടിയിട്ട് ഞാനൊരു പിടി പിടിക്കട്ടെ. ഇതേ ഇങ്ങനെ ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് കുറച്ച് സാലഡ് എടുത്ത് കുറച്ച് അച്ചാറെടുത്ത് കുറച്ച് റൈസും കൂട്ടി. ഓ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പറയാതിരിക്കാൻ വയ്യ, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് പറയില്ല, അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ദേ കുറച്ച് എക്സ്പ്രഷൻ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ആച്ചി ഉണ്ടല്ലോ, ആച്ചിയുടെ എക്സ്പ്രഷൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ ഈ ബിരിയാണിയും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കല്ലേ. ബൈ.